എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ LP UPക്ക് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സിലബസ് വൈസ് കൃത്യമായിട്ടുള്ള ക്ലാസ് നമ്മൾ ഫോളോ ചെയ്ത് വരികയാണ്. നമ്മൾ പഴശ്ശിരാജ എടുത്തു, വേലുത്തമ്പി ദളവ, പാലിയത്തച്ഛൻ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്നത് കുറിച്യർ കലാപമാണ് കേട്ടോ. ഈ കുറിച്യർ കലാപത്തിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം എടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ വൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 11 ചോദ്യത്തിൽ നമുക്ക് എങ്ങനെ കുറിച്യർ കലാപം ഫുള്ളായിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു 11 ചോദ്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കേട്ടിരിക്കുക കേട്ടോ. ശ്രദ്ധിച്ചേ, കുറിച്യർ കലാപം നോക്കൂ. കുറിച്യർ കലാപം നടന്ന വർഷം ഏതാണ്? അത് 1812 ആണ്. 1812 ആണ് കുറിച്യർ കലാപം നടന്ന വർഷം. അപ്പം കുറിച്യർ കലാപം നടന്ന വർഷം എന്ന് ചോദിക്കുമ്പോൾ ഇനി ഒരിക്കലും മറക്കരുത് 1812 എന്നങ്ങ് ഓർത്ത് വെക്കുക. 1812 കുറിച്യർ കലാപം നടന്ന വർഷം 1812 എന്ന് ഓർത്ത് വെക്കുക. നോക്കിയേ, കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് നമുക്കറിയാം. രാമനബിയാണ് അല്ലെ. രാമനബിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം ഒന്നാമത്തെ ചോദ്യം, കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനബിയാണ്. ഇത് നോക്കിയേ, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ്. ഏക ഗിരിവർഗ കലാപമാണ് ഏത്? കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഏത്? കുറിച്യർ കലാപം. ഇനി നോക്കിയേ, 1812 നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാര് അധിക നികുതി ചുമത്തിയതായിരുന്നു. എന്തിന്? കുറിച്യർ കലാപത്തിന്റെ ഒന്നാമത്തെ 1812 രാമനബി നേതൃത്വം നൽകിയ ഏക ഗിരിവർഗ കലാപമായിട്ടുള്ള കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ് ഏത്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. ഒന്നെന്തായിരുന്നു? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. 2, നികുതി എങ്ങനെ പണമായി അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചത്. 1, അധിക നികുതി ചുമത്തിയത്. 2, ആ നികുതി പണമായിട്ട് അടയ്ക്കാനായിട്ട് നിർബന്ധിച്ചത്. അതുപോലെ തന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് 1812 നടന്ന രാമനബിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപം, ഏക ഗിരിവർഗ കലാപമായിട്ടുള്ള കുറിച്യർ കലാപത്തിന്റെ കാരണം എന്തായിരുന്നു? അധിക നികുതി ചുമത്തിയത്. ആര്? ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്. 2, നികുതി പണമായിട്ട് അടയ്ക്കാനായിട്ട് തീരുമാനിച്ചത്. 3, പണം എന്താണ്? നികുതി പണമായിട്ട് അടയ്ക്കാൻ ഇല്ലാത്തവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? അവരുടെ കൃഷിഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചത്, കൃഷിഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇവയായിരുന്നു എന്ത്? കുറിച്യർ കലാപത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം പ്രധാനപ്പെട്ട 3 പോയിന്റ് നമ്മൾ പറഞ്ഞു, 11 ചോദ്യങ്ങൾ. ഇനി നോക്കിയേ, 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് TH ബേബർ ആണ്. TH ബേബർ ആണ് കേട്ടോ. TH ബേബർ ആണ് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. എന്തഭിപ്രായപ്പെട്ടത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ കൈകളിലായേനെ, രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് TH ബേബർ ആണ്. TH ബേബർ ആണ്. 1, കലാപം നടന്നത് എന്നായിരുന്നു? 1812. കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനബിയാണ്. ഏക ഗിരിവർഗ കലാപമാണ്. 3, കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 4, ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയത് ആരാണ്? എന്ത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
രാജ്യം രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ ആണ്. ഇനി നോക്കിയേ, കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതായിരുന്നു എന്തിന്റെ മുദ്രാവാക്യം? കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം. ഇത് നോക്കിയേ, കുറിച്യർ കലാപം അടിച്ചമർത്തിയത് എന്നാണ്? അത് 1812 മെയ് 8-നാണ്. കുറിച്യർ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8-നാണ്. നോക്കിയേ, കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം, ഈ കഴിഞ്ഞ കേറ്ററ്റിന് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് ആര്? കുറുമ്പർ. കുറുമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആദിവാസി വിഭാഗം, കുറിച്യരെ കൂടാതെ കുറുമ്പരും എന്തിനുണ്ടായിരുന്നു? കുറിച്യർ കലാപത്തിൽ ഉണ്ടായിരുന്നു. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് ഏത്? കുറുമ്പർ. അപ്പം കുറിച്യർ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8-ന്. നോക്കിയേ, കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിനായേനെ എന്ന് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനബി. ഏക ഗിരിവർഗ കലാപം, അതുപോലെ തന്നെ 1812. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ ഉണ്ടായിരുന്ന ആദിവാസി വിഭാഗം കുറുമ്പർ. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ, ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? അത് കുറിച്യർ ലഹളയാണ് എന്ന് നമ്മൾ പറഞ്ഞു. കുറിച്യർ ലഹള നടന്ന ജില്ല ഏതാണ്? വയനാടാണ്. കുറിച്യർ ലഹള നടന്ന ജില്ല വയനാട്. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ കലാപം നമ്മൾ പറഞ്ഞു, കുറിച്യർ സമരം. ദക്ഷിണേന്ത്യയിൽ പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം കുറിച്യർ സമരം. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1812 വയനാട്ടിൽ രാമനബിയുടെ നേതൃത്വത്തിൽ നടന്ന എന്താണ്? ഏക ഗിരിവർഗ കലാപമാണ് ഏത്? കുറിച്യർ ലഹള. കുറിച്യർ കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ജനങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയ അധിക നികുതി, അതുപോലെ തന്നെ നികുതി പണമായിട്ട് അടയ്ക്കാനില്ലാത്തവരുടെ കയ്യിൽ നിന്ന് അവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുക, ഇവയൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങൾ. ഒരു മാസം കൂടി കലാപം നീണ്ടു പോയിരുന്നെങ്കിൽ എന്താണ്? രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് എന്താണ് കുറിച്യർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? അത് TH ബേബർ ആണ്. കുറിച്യർ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8-നാണ്. അതുപോലെ തന്നെ കുറിച്യരെ കൂടാതെ ഉണ്ടായിരുന്ന മറ്റൊരു ആദിവാസി വിഭാഗമായിരുന്നു ഏത്? കുറുമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ചോദ്യം കഴിഞ്ഞ കേറ്ററ്റ് എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പം എന്താണ് കുറിച്യർ ലഹള എന്നുള്ളത്? വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ 11 ചോദ്യങ്ങളിലൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് കുറിച്യർ ലഹള എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. മിസ്സേ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കണം, എന്താണ് മിസ്സെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. മിസ്സെ അങ്ങനെ എടുക്കരുത്, ഇങ്ങനെ എടുക്കണം, ഇന്ന രീതിയിലൊക്കെ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും എടുക്കാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് ക്ലാസ് എടുക്കുക. കാരണം നിങ്ങളുടെ സജഷൻസ് എപ്പോഴും കേൾക്കാറുണ്ട്, അതനുസരിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. കാരണം കേൾക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ സജഷൻസ് കേൾക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രധാനമായിട്ടും നമ്മുടെ ചലഞ്ചർ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ടെലഗ്രാം പേജ് ഫോളോ ചെയ്യുക. കാരണം അതിൽ ധാരാളം GK ഭാഗങ്ങൾ വരാറുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ.
പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും നല്ല മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി കേറ്ററ്റിന്റെ റിസൾട്ട് വരാറായി, റിസൾട്ട് വരാറാകുന്നു. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് LP UP നേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.